ഹായ് എവരി വൺ. BEGC 111 വിമൻസ് റൈറ്റിംഗ് എന്ന ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, എ കപ്പ് ഓഫ് ടീ ബൈ കാത്തറിൻ മാൻസ്ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഷോർട്ട് സ്റ്റോറി വരുന്നത് ബ്ലോക്ക് നമ്പർ 3യിലാണ്. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ബ്ലോക്കിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി വരുന്നത്. അപ്പം ഇതിൽ എ കപ്പ് ഓഫ് ടീ എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി കൂടാതെ മറ്റ് ഷോർട്ട് സ്റ്റോറികൾ ഇതൊക്കെയാണ്: ദ ലെഗസി ബൈ വെർജിനിയ വുൾഫ്, ദെൻ ദി യെല്ലോ വാൾപേപ്പർ ബൈ ഷാർലറ്റ് പെർക്കിൻസ്, ദെൻ ദ 4th യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഷോർട്ട് സ്റ്റോറിയാണ്, എ കിച്ചൺ ഇൻ ദി കോർണർ ഓഫ് ദി ഹൗസ്. അപ്പം ഇത്രയും ഈ ഒരു 4 ഷോർട്ട് സ്റ്റോറികളാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 4 ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള എ കപ്പ് ഓഫ് ടീ ബൈ കാത്തറിൻ മാൻസ്ഫീൽഡ്. അപ്പോൾ നമുക്ക് പതുക്കെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു കാത്തറിൻ മാൻസ്ഫീൽഡ്. അപ്പോൾ നോക്കാം ഓഥറുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവരുടെ ബയോഗ്രഫി, ബേസിക് ആയിട്ട് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതിന് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. കാത്തറിൻ മാൻസ്ഫീൽഡ് വാസ് എ ഫേമസ് മോഡേണിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഫ്രം ന്യൂസിലാൻഡ്. അപ്പം ശ്രദ്ധിക്കുക, ഷി വാസ് എ ഫേമസ് മോഡേണിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, മോഡേൺ റൈറ്ററാണ്, മോഡേൺ ലിറ്റററി മൂവ്മെൻറ്റിൽ പെടുന്ന ആളാണ് ഈ പറയുന്ന കാത്തറിൻ മാൻസ്ഫീൽഡ്. ഓക്കെ, മറ്റൊന്ന് ഷി വാസ് ഫ്രം ന്യൂസിലാൻഡ്. അപ്പം ന്യൂസിലാൻഡ് റൈറ്ററാണ്, ന്യൂസിലാൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് കാത്തറിൻ മാൻസ്ഫീൽഡ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹെർ യുണീക്ക് റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് ഡീപ്പ് ഇൻസൈറ്റ് ഇൻ ടു ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പം ഇവരുടെ വർക്കിലൊക്കെ തന്നെ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹ്യൂമൻ ഇമോഷൻസിനും ഫീലിങ്സിനും അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനൊക്കെയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്കസ് ചെയ്യുന്ന ഹ്യൂമൻ റിലേഷൻഷിപ്പാണ്, എസ്പെഷ്യലി മാരിറ്റൽ റിലേഷൻഷിപ്പാണ് അല്ലേ. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വിത്ത് സ്ട്രേഞ്ചർ അല്ലേ, ഈ ഒരു തീമാണ് എസ്പെഷ്യലി ഈ ഒരു നമ്മൾ പഠിക്കാൻ പോകുന്ന ഷോർട്ട് സ്റ്റോറിയിലും വരുന്നത്. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത ആയിരുന്നു യുണീക്ക് റൈറ്റിംഗ് സ്റ്റൈലായിരുന്നു, ഡീപ്പ് ഇൻസൈറ്റ് ഇൻ ടു ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് അല്ലേ. ഹ്യൂമൻ ഫീലിങ്ങിന് ഇമോഷൻസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു യുണീക്ക് റൈറ്റിംഗ് സ്റ്റൈലായിരുന്നു കാത്തറിൻ മാൻസ്ഫീൽഡ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മറ്റൊന്ന് ഷീ മൂവ്ഡ് to England at a young age and became a key figure in the modernist literary movement, along with the writers like Virginia Woolf and D.H. Lawrence. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് അല്ലെ, വളരെ യങ് ഏജ് തന്നെ ഇവർ ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഷി വാസ് ബോൺ ഇൻ ന്യൂസിലാൻഡ് ബട്ട് ബ്രോട്ട് അപ്പ് ഇൻ ഇംഗ്ലണ്ട് അല്ലെ. ഇംഗ്ലണ്ടിലാണ് പിന്നീട് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇംഗ്ലണ്ടിലുള്ള ലൈഫ് ആരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? കാത്തറിൻ മാൻസ്ഫീൽഡിനെ വളരുന്നതിൽ അല്ലെങ്കിൽ ഒരു ലിറ്റററി ഫിഗറായി മാറുന്നതിൽ നല്ല രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട് അല്ലേ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷീ ബിക്കെയിം എ കീ ഫിഗർ ഇൻ ദ മോഡേണിസ്റ്റ് ലിറ്റററി മൂവ്മെൻറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡേണിസ്റ്റ് ലിറ്റററി മൂവ്മെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോഡേൺ വേ ഓഫ് റൈറ്റിങ്ങിനെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് ഈ പറയുന്ന കാത്തറിൻ മാൻസ്ഫീൽഡ്. പിന്നെ അവരുടെ ആരോടൊപ്പം, ജസ്റ്റ് ലൈക്ക് ആരെപ്പോലെ, വിർജിനിയ വുൾഫ് ആൻഡ് D.H. ലോറൻസ് അല്ലെ. മറ്റ് മോഡേൺ ലിറ്റററി മൂവ്മെൻറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റ് 2 കോൺട്രിബ്യൂട്ടേഴ്സാണ്, റൈറ്റേഴ്സാണ് വിർജിനിയ വുൾഫ് ആൻഡ് D.H. ലോറൻസ് അല്ലേ. ഇവരെ പോലെ തന്നെ ലിറ്റററി മൂവ്മെൻറ്റിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഫിഗറായിരുന്നു, റൈറ്ററായിരുന്നു, കോൺട്രിബ്യൂട്ടർ ആയിരുന്നു ഈ പറയുന്ന കാത്തറിൻ മാൻസ്ഫീൽഡ്. ഓക്കെ, പിന്നെ മാൻസ്ഫീൽഡ്സ് സ്റ്റോറീസ് ഓഫൻ എക്സ്പ്ലോർ എവറിഡേ ലൈഫ്, എസ്പെഷ്യലി ദ ലൈവ്സ് ഓഫ് വിമൻ, വിത്ത് ഫോക്കസ് ഓൺ സ്മോൾ മൊമെൻറ്റ്സ്, തോട്ട്സ് ആൻഡ് ഫീലിംഗ് റദർ ദാൻ ബിഗ് ഇവൻറ്റ്സ് അല്ലേ. മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ സ്റ്റോറീസ് ഒക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എവറിഡേ ലൈഫാണ് അല്ലേ. ഹ്യൂമൻ, എസ്പെഷ്യലി ലൈവ്സ് ഓഫ് വിമൻ അല്ലെ. വിമൻ്റെ ഡേ ടു ഡേ ലൈഫായിരുന്നു ഇവരുടെ മെജോറിറ്റി ലിറ്റററി വർക്കിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു വർക്ക് എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും, റോസ്മേരി ഫെൽ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറുടെ ഡേ ടു ഡേ ലൈഫിനെ കുറിച്ചാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലും എന്ത് ചെയ്യുന്നത്,
ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ സ്മോൾ മൊമെൻറ്റ്സ്, തോട്ട്സ് ആൻഡ് ഫീലിംഗ് റേദർ ദാൻ ബിഗ് ഇവൻറ്റ്സ്. അതുപോലെ തന്നെ ഇവിടെ കാണാം ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു ചെറിയൊരു ഇവൻറ്റ്, ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സ്മോൾ ഇൻസിഡൻറ്റ്, സ്മോൾ മൊമെൻറ്റ് എത്രത്തോളമാണ് ഈ ഒരു ക്യാരക്ടറിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു വർക്ക് പിന്നെ കാത്തറിൻ മാൻസ്ഫീൽഡിൻ്റെ ഒരു ഐഡിയൽ വർക്കാണ്. അവരുടെ റൈറ്റിംഗ് സ്റ്റൈലും വേ ഓഫ് റൈറ്റിംഗ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഐഡിയൽ വർക്കാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഷോർട്ട് സ്റ്റോറി. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എന്താണ് ബാക്കിയുള്ള പ്രത്യേകതകൾ. ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഹർ റൈറ്റിംഗ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് സിംപ്ലിസിറ്റി, ഇമോഷണൽ ഡെപ്ത് ആൻഡ് യൂസ് ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് യൂസ് ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്. അപ്പം ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നോട്ട് ചെയ്യുക. ഇവരുടെ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു സിംപ്ലിസിറ്റി, ഇമോഷണൽ ഡെപ്ത് ആൻഡ് യൂസ് ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറേറ്റീവ് ടെക്നിക്കാണ്. നമ്മൾ കഥ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത് ഈ പറയുന്ന സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്നിക്ക് ഏതാണ്, സ്ട്രീം ഓഫ്, അല്ലെ, കഥ പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള രീതി, ടെക്നിക്കാണ് ഏത്, ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് എന്ന് പറയുന്നത്. അല്ല, മറ്റൊന്നാണ് സിംപ്ലിസിറ്റിയും അതുപോലെ തന്നെ ഇമോഷണൽ ഡെപ്തും. ഓരോ ഇമോഷൻസിനെയും വളരെ ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രസൻറ്റ് ചെയ്യുന്നതായിരുന്നു അവരുടെ പ്രത്യേകത, കാത്തറിൻ മാൻസ്ഫീൽഡിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഹെർ വർക്ക്സ് ഇൻക്ലൂഡ് ജർമ്മൻ പെൻഷൻ, ബ്ലിസ് ആൻഡ് അതർ സ്റ്റോറീസ്, ഗാർഡൻ പാർട്ടി ആൻഡ് ദി ഡവ്സ് നെസ്റ്റ്, അല്ലേ. അപ്പം ഇത്രയാണ് അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സുകളിൽ പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, Despite her short life, she died at the age of 34 from tuberculosis. കാത്തറിൻ മാൻസ്ഫീൽഡ് ലെഫ്റ്റ് എ പവർഫുൾ മാർക്ക് ഓൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, ഷീ ഡൈഡ് അറ്റ് ദി ഏജ് ഓഫ് 34 ബിക്കോസ് ഓഫ് ട്യൂബർകുലോസിസ്, അല്ലെ. ടി ബി വന്നുകൊണ്ട് ഏജ് ഓഫ് 34 ആര് മരിക്കണ്ടായി, കാത്തറിൻ മാൻസ്ഫീൽഡ് മരിക്കുകയുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എ കപ്പ് ഓഫ് ടീ എന്ന ഷോർട്ട് സ്റ്റോറി കുറിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു ദി പ്ലോട്ട് ഓഫ് എ കപ്പ് ഓഫ് ടീ. അതിൻ്റെ പ്ലോട്ട് നോക്കാം, അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ ജിസ്റ്റ്, ഒരു സമ്മറി നമുക്ക് നോക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ നോക്കാം. Story is about a rich and fashionable woman named Rosemary Fell who lives in London. One day, while shopping for expensive things, she meets a poor, hungry young girl named Miss Smith, who asked her for money to buy tea. അപ്പം ഈ ഒരു സ്റ്റോറി പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് ദ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്റ്റോറി റിലേഷൻഷിപ്പ് ഓഫ് ഫാഷനബിൾ വുമൺ നെയ്മഡ് റോസ്മേരി ഫെൽ ആൻഡ് ഹംഗ്രി യങ് ഗേൾ നെയ്മഡ് മിസ് സ്മിത്ത്, അല്ലേ. അപ്പം ഈ ഒരു 2 ക്യാരക്ടറാണ് പ്രധാനമായിട്ടും ഇതിൽ ഹസ്ബൻഡിനോടൊപ്പം തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ക്യാരക്ടറാണ് മിസ് സ്മിത്ത്, അല്ലേ. അപ്പം ഈ മിസ് സ്മിത്തിൻ്റെ പ്രത്യേകത, ഷി വാസ് എ പുവർ ഹംഗ്രി യങ് ഗേൾ ആണ്, അല്ലെ. പുവർ ഗേൾ ആണ്. അതുപോലെ തന്നെ ഈ സ്മിത്തിനെ എവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്, ഷോപ്പിങ്ങിനിടയിലാണ് പരിചയപ്പെടുന്നത്, അല്ലേ. എന്തായിരുന്നു റോസ്മേരി ഫെൽ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എക്സ്പെൻസീവ് തിങ്സ് ആയിരുന്നു, എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആയിരുന്നു, അല്ലേ. അപ്പം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, റോസ്മേരി ഫെല്ലാണ് മേജർ ക്യാരക്ടർ. ഷി വാസ് എ റിച്ച് ആൻഡ് ഫാഷനബിൾ വുമൺ ആണ്. ഇവിടെ രണ്ടാമത്തെ ക്യാരക്ടർ വരുന്നത് ആരാണ്, മിസ് സ്മിത്ത്. ഷി വാസ് എ പുവർ ഹംഗ്രി യങ് ഗേൾ ആണ്. അപ്പം ഈ ഒരു സ്മിത്തും റോസ്മേരി ഫെല്ലും തമ്മിൽ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ടാണ്, ഷോപ്പിങ്ങിനിടയിലാണ്. എങ്ങനെയാണ് പരിചയപ്പെടുന്നത്, മിസ് സ്മിത്ത് ആസ്ക് ഹെർ ഫോർ മണി ടു ബൈ ടീ, അല്ലേ. അപ്പം നമുക്ക് കാണാം ഒരു പുവർ ഗേളാണ്, അതുകൊണ്ട് തന്നെ അവർ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി കാണും. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് കാണാം മിസ് സ്മിത്ത് റോസ്മേരി ഫെല്ലിനോട് കാശ് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടി, ഫോർ ഹാവിങ് ടീ, അല്ലെ. ടീ വാങ്ങുന്നതിന് വേണ്ടി എന്ത് കാശ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, instead of giving her money, Rosemary decides to take the girl home. She thinks it will be a charming adventure and make her feel generous and important like the characters in the book she reads. She brings Miss Smith to her home, gives her food and asks about her life. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കും
ഇവർ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് മണി ജസ്റ്റ് മിസ് സ്മിത്ത് ചോദിച്ചിട്ടുള്ളത് കാശാണ്, എമൗണ്ട് ആണ്, ഒരു ടീ അല്ലെ ഒരു കപ്പ് ഓഫ് ടീ കുടിക്കാനുള്ള കാശാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ റോസ്മേരി ഫെൽ എന്താ ചെയ്തിട്ടുള്ളത്? ഷീ ടുക്ക് ഹെർ ഹോം, അല്ലെ, നേരെ വീട്ടിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഫുഡും അതുപോലെ തന്നെ ഷെൽട്ടറും ഒക്കെ ഓഫർ ചെയ്യാണ്, അല്ലേ. ഫുഡ്, ഷെൽട്ടർ, ഡ്രസ്സൊക്കെ ഓഫർ ചെയ്യുന്നു. അങ്ങനെ അവളെ മാക്സിമം കംഫർട്ടബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലേ. എന്തുകൊണ്ടാണ് ഇവർ വീട്ടിലേക്ക് എടുക്കാനുള്ള കാരണം നോക്ക് നിങ്ങൾ. ഷീ തിങ്സ് ഇറ്റ് വിൽ ബി ചാമിങ് അഡ്വഞ്ചർ, അല്ലേ. അപ്പം നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും ഈ റോസ്മേരി ഫെൽ എന്ന് പറയുന്നത് ഷി വാസ് എ ഒറേഷ്യസ് റീഡർ ആയിരുന്നു, ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു ഈ പറയുന്ന റോസ്മേരി ഫെൽ, അല്ലെ, റിച്ച് ലേഡി. അപ്പം ഇവർ വായിക്കുന്ന ബുക്കിലൊക്കെ തന്നെ ഇങ്ങനെ പുവറായിട്ടുള്ള ആളുകളൊക്കെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചറസ് ആണ്, ഒരു ചാമിങ് ആക്ടിവിറ്റിയാണ് പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്, അല്ലേ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ റോസ്മേരി ഫെൽ ഒരു ബുക്കിഷ് വേൾഡിലാണ് ജീവിക്കുന്നത്, അല്ലേ. അങ്ങനെ ഇത്തരത്തിൽ പുവർ പീപ്പിളിനൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതൊരു ജനറോസിറ്റി കാണിക്കുന്ന ഒരു രീതിയായിട്ട് എന്ത് ചെയ്യാണ് നമുക്കിവിടെ റോസ്മേരി ഫെല്ല് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ബുക്കിലൊക്കെ വായിച്ച് ഒരു അഡ്വഞ്ചറസ് ആയി തോന്നിയത് കൊണ്ടാണ് ആരെ വീട്ടിലേക്ക് എടുക്കാനുള്ള കാരണം, ഈ പറയുന്ന മിസ് സ്മിത്ത് എന്ന് പറയുന്ന ഹംഗ്രി പുവർ യങ് ഗേളിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം. അങ്ങനെ ഫുഡും അതുപോലെ തന്നെ ഷെൽട്ടറും ന്യൂ ഡ്രസ്സൊക്കെ കൊടുത്ത് ആരെ കംഫർട്ടബിൾ ആക്കുകയാണ്, ഈ ഒരു ഗേളിനെ വളരെ കംഫർട്ടബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നോക്ക് നിങ്ങൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ. While Miss Smith is resting, Rosemary's husband, Philip, comes home and is surprised to see a stranger girl in the house. He tells Rosemary that bringing a poor stranger into their home is not a good idea. Then he mentioned that the girl is quite pretty, അല്ലേ. അങ്ങനെയാണ് അതിനിടയിലാണ് ആര് വീട്ടിലേക്ക് വരുന്നത്? ഹസ്ബൻഡ്, റോസ്മേരീസ് ഹസ്ബൻഡ് നെയ്മഡ് ഫിലിപ്പ്, അല്ലേ. ഫിലിപ്പ് എവിടേക്ക് വരുന്നു? വീട്ടിലേക്ക് വരുന്നു, അല്ലേ. ഫിലിപ്പാണ് ആരുടെ ഹസ്ബൻഡ്? റോസ്മേരിയുടെ ഹസ്ബൻഡ്, അല്ലേ. അങ്ങനെ ഹി സർപ്രൈസ്ഡ് ബൈ സീയിങ് എ സ്ട്രേഞ്ച് ഗേൾ ഇൻ ദെയർ ഹോം, അല്ലേ. അങ്ങനെ വീട്ടിൽ കണ്ടാണ്, വിത്തൗട്ട് പെർമിഷൻ, ഫിലിപ്പിന് ഒരു പെർമിഷനോ ഇൻറ്റിമേഷനോ ഒന്നും കൊടുക്കാതെ നേരിട്ട് ഒരു സ്ട്രേഞ്ചറിനെ എന്ത് ചെയ്യാണ്, നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലേ. അപ്പം നോക്കൂ, ഹി ടെൽസ് റോസ്മേരി ദാറ്റ് ബ്രിങ്ങിങ് എ പുവർ സ്ട്രേഞ്ചർ ഇൻ ടു ദെയർ ഹോം ഈസ് നോട്ട് എ ഗുഡ് ഐഡിയ. ദെൻ ഹി മെൻഷൻ ദാറ്റ് ഗേൾ ഈസ് ക്വൈറ്റ് പ്രിറ്റി, അല്ലേ. നമുക്ക് കാണാം വെൽ ഡ്രസ്ഡ് ആണ്, അതുപോലെ തന്നെ ഭക്ഷണം, ഫുഡ്, ഷെൽട്ടറൊക്കെ കൊടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും മിസ് സ്മിത്ത് വളരെ ബ്യൂട്ടിഫുൾ ലുക്കിലായിട്ടുണ്ട്, അല്ലേ. അപ്പം നേരെ തന്നെ ഇദ്ദേഹത്തിന് അറിയാം, ഒരിക്കലും നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ആക്സെപ്റ്റ് ഇറ്റ്, അല്ലെ, ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല, അല്ലേ. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്തുകയാണ് ആര്? ഇവിടെ ഫിലിപ്പ്, അല്ലേ. ഫിലിപ്പ് എന്താ പറയുന്നത് നോക്കി നിങ്ങൾ. ദ ഗേൾ ഈസ് പ്രിറ്റി, ക്വൈറ്റ് പ്രിറ്റി, അല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, വളരെ പ്രിറ്റി ആണല്ലോ എന്ന് പറയാണ്, അല്ലേ. അതോട് കൂടിയിട്ട് ആർക്ക് ഈഗോ വർക്കൗട്ട് ആവുകയാണ്? ജലസി വർക്കൗട്ട് ആവുകയാണ്. ആർക്ക്? റോസ്മേരി ഫെല്ലിൻ്റെ മൈൻഡിൽ ജലസി. ആരോട്? മിസ് സ്മിത്തിനോട്. കാരണം മിസ് സ്മിത്താണ് കൂടുതൽ ബ്യൂട്ടിഫുൾ എന്നുള്ള രൂപത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആര് നടത്തിയിട്ടുള്ളത്? ആര് നടത്തിയിട്ടുള്ളത്? നമ്മുടെ ഹസ്ബൻഡ് ഫിലിപ്പ് നടത്തിയിട്ടുള്ളത്, അല്ലേ. ദിസ് കമൻറ്റ് മേക്സ് റോസ്മേരി ജലസ് ആൻഡ് ഇൻസെക്യൂർ. ഷീ സഡൻലി ഫീൽസ് അൺകംഫർട്ടബിൾ ആൻഡ് ആസ്ക് മിസ് സ്മിത്ത് ടു ലീവ്. Before sending her away, Rosemary gives her some money, which is what the girl had asked for in the first place, അല്ലേ. അപ്പം ഇതോട് കൂടിയിട്ട് ജലസി വർക്കൗട്ട് ആവുകയാണ്, ഒരു ഇൻസെക്യൂരിറ്റി തോന്നുകയാണ് ഹസ്ബൻഡിന്. ഈ ഒരു മിസ് സ്മിത്തിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുമോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി തോന്നുകയാണ്. ഷീ സഡൻലി ഫീൽ അൺകംഫർട്ടബിൾ, അല്ലെ, വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് മാറുകയാണ്. എന്നിട്ട് ഷീ ആസ്ക് മിസ് സ്മിത്ത് ടു ലീവ്, സ്മിത്തിനോട് പോകാൻ പറയുന്നു. ബിഫോർ സെൻഡിങ് ഹെർ എവേ, റോസ്മേരി ഗിവ്സ് ഹെർ സം മണി, കാശ് കൊടുക്കുന്നു. അതോടുകൂടി ആരെ പറഞ്ഞയക്കുന്നു? മിസ് സ്മിത്തിനെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ മിസ് സ്മിത്ത് ലീവ്, റോസ്മേരി ഗോസ് ടു ഹെർ ഹസ്ബൻഡ് ആൻഡ് ആസ്ക് ആം ഐ പ്രിറ്റി, അല്ലേ. സ്മിത്ത് പോയതിന് ശേഷം ചോദിക്കുകയാണ്, ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ആം ഐ പ്രിറ്റി, ഞാൻ പ്രിറ്റി അല്ലേ, ഞാൻ ബ്യൂട്ടിഫുൾ അല്ലേ. ഷോയിങ് ദാറ്റ് ഷീ ഈസ് മോർ വെറീഡ് അബൌട്ട് ഹെർ ഓൺ ബ്യൂട്ടി ആൻഡ് ഇമേജ് ദാൻ ട്രൂലി ഹെൽപ്പിംഗ് സംവൺ ഇൻ നീഡ്, അല്ലേ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഷീ വാസ് മോർ കോൺഷ്യസ് അബൌട്ട് ഹെർ ഓൺ ബ്യൂട്ടി,
റദർ ദാൻ ഹെൽപ്പിംഗ് അതർ നീഡീസ് അല്ലേ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും അവൾ ഒരിക്കലും തന്നെ അവൾ ഈ ഒരു പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു താല്പര്യം കൊണ്ടായിരുന്നില്ല. ബുക്കിലൊക്കെ അവൾ കാണുന്നത് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് തോന്നുകയാണ് അല്ലെ. ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളോടൊക്കെ ആളുകൾക്ക് റെസ്പെക്റ്റ് തോന്നാറുണ്ട് അല്ലേ. അപ്പം അവരുടെ ഇമേജിനെ എന്ത് ചെയ്യാൻ വേണ്ടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മിസ് സ്മിത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എന്തായിരുന്നില്ല, പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ജനറസ് മൈൻഡ് ഉള്ളത് കൊണ്ട് ആയിരുന്നില്ലെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്ലോട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ നമുക്കൊന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. മേജർ ക്യാരക്ടേഴ്സ് ഏതൊക്കെ? റോസ്മേരി ഫെൽ, അതുപോലെ തന്നെ മിസ് സ്മിത്ത്, ദെൻ ഫിലിപ്പ്. ഇത്രയും 3 ക്യാരക്ടേഴ്സാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് റോസ്മേരി ഫെല്ലാണ്. അതുകൊണ്ട് റോസ്മേരി ഫെൽ ക്യാരക്ടറിനെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, റോസ്മേരി ഫെൽ മെയിൻ ക്യാരക്ടർ, വെൽതി ആൻഡ് സ്റ്റൈലിഷ് അല്ലേ. റോസ്മേരി ഫെൽ എന്ന് പറയും നമുക്ക് കാണാൻ സാധിക്കും ഷി വാസ് എ റിച്ച് ആണ്, അതുപോലെ തന്നെ റിച്ച് ആൻഡ് മോഡേൺ വിമൻ ആണ് അല്ലേ. റോസ്മേരി കംസ് ഫ്രം റിച്ച് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എൻജോയ് എ ലക്സൂറിയസ് ലൈഫ് സ്റ്റൈൽ അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ റിച്ചാണ്, റിച്ച് ലേഡിയാണ്, അതുപോലെ തന്നെ ലക്സൂറിയസ് ലൈഫ് സ്റ്റൈലാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് കാണാം ഇനീഷ്യലി അവർ ഷോപ്പിങ്ങിനൊക്കെ തന്നെ വളരെ എക്സ്പെൻസീവ് പ്രോഡക്റ്റുകളാണ് തിങ്കളായിരുന്നു അവർ ആ ഒരു ഷോപ്പിംഗ് മോളിൽ നിന്നും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. മറ്റൊന്നാണ് റൊമാൻറ്റിക് ആൻഡ് ഡ്രീമി. അപ്പം ഇവർ ജീവിക്കുന്നത് ഒരു ഡ്രീംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റൊമാൻറ്റിക് ഒരു ഇമാജിനറി വേൾഡിലാണ് അല്ലേ. അപ്പം ഇവരുടെ ലൈഫിനെ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ഏത് ഫോഴ്സ് ആയിരുന്നു? നമുക്ക് കാണാൻ സാധിക്കും ബുക്കുകളാണ് അല്ലേ. അവൾ റീഡ് ചെയ്തിട്ടുള്ള ബുക്കായിരുന്നു ആരെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ പറയുന്ന റോസ്മേരി ഫെല്ലിനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ആ ഒരു പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാനും മിസ് സ്മിത്തിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഐഡിയ അവൾക്ക് ലഭിച്ചിട്ടുള്ളത് ബുക്ക് വേൾഡിലായിരുന്നു അല്ലേ. അപ്പം ഇവരൊരു ഇമാജിനറി ആണ്, ഡ്രീമി വേൾഡിലാണ്. ഇവരുടെ ലൈഫിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബുക്സും മറ്റ് കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ ആണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ച് ആരും ആലോചിക്കാറില്ല. അതുകൊണ്ടാണ് റൊമാൻറ്റിക് ആൻഡ് ഡ്രീമി അല്ലെങ്കിൽ ഇമാജിനറി ഡ്രീമി വേൾഡിലായിരുന്നു. ഓക്കെ, മറ്റൊന്നാണ് ഇൻസെക്യൂർ ആണ് അല്ലേ. അപ്പം ഷീ ലാക്സ് എ കോൺഫിഡൻസ് ഡീപ്പ് ഇൻസൈഡ് അല്ലേ. അപ്പം ഇവൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഹസ്ബൻഡ് വൈഫ് റിലേഷൻസിൽ എത്തുന്ന സമയത്ത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ആ ഒരു പുവർ ഗേളിനെ വീട്ടിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷനാണ് അല്ലേ. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും ഇമോഷണലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഷീ ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് അല്ലേ. അവൾക്ക് ഹസ്ബൻഡിൻ്റെ കൺസിഡറേഷൻ കിട്ടണം, അപ്രൂവൽ കിട്ടണം അല്ലേ. ഏത്? ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ വുമൺ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി അല്ലേ അവൾക്ക് ലഭിക്കണം അല്ലേ. ഒരു ആക്സെപ്റ്റൻസ് ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടണം അല്ലേ. അപ്പം അവളെപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ആർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറയുന്ന റോസ്മേരി ഫെല്ലിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും മനസ്സിലാക്കാം. ഓക്കെ, മറ്റൊന്ന് പ്രൗഡ് ആൻഡ് കൺട്രോളിങ് അല്ലേ. ഷീ വോണ്ട്സ് ടു ഷോ പവർ ബൈ ബ്രിങ്ങിങ് ദ പുവർ ഗേൾ ഹോം അല്ലേ. അപ്പം അവളുടെ ആ ഒരു പവർ കൺട്രോളിങ് അല്ലേ, അവരുടെ ഇൻഡിപെൻഡൻറ്റ് വിമൻ ആണ് എന്നുള്ള ആ ഒരു വുമൺ ആണെന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി അവൾക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം അത് അവളുടെ ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു പവറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരുടെ മിസ് സ്മിത്തിനെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നത് അവൾ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ പ്രൗഡാണ്, കൺട്രോളിങ് നേച്ചറാണ്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫ് സെൻറ്റേർഡ് ആണ്, സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളും കൂടാണ് ആര്? ഈ പറയുന്ന റോസ്മേരി ഫെൽ അല്ലേ. നമുക്ക് കാണാം ഇവിടെ ഈ ഒരു പുവർ ഗേൾ മിസ് സ്മിത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അവളുടെ ആ ഒരു ഇമേജിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അവൾ പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, വളരെ ജനറസ് ആണ്, മഗ്നാനിമസ് ആണ്, മഹാമനസ്കതയുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ആരെ കൊണ്ടുവരുന്നത്? മിസ് സ്മിത്തിനെ കൊണ്ടുവരുന്നത്. അല്ലാതെ പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ല അവളുടെ പ്രൈമറി കൺസേൺ. അപ്പം സെൽഫ് സെൻറ്റേർഡ് ആണ്, സ്വന്തം കാര്യം നോക്കുന്ന ക്യാരക്ടറാണ്. ഓക്കെ, മറ്റൊന്നാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫിലിപ്പ്. റോസ്മേരീസ് ഹസ്ബൻഡാണ് ഫിലിപ്പ്. ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ആണ് ഒബ്സർവൻ്റ് ആണ്, പ്രാക്ടിക്കൽ ആണ് ഇദ്ദേഹം അല്ലേ. വളരെ കീൻ ഒബ്സർവൻ്റ് ആണ്, അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആണ് അല്ലേ. നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ കൂടാതെയാണ് ആര് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ഒരു പുവർ ഗേളിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അപ്പം ആ ഒരു പ്രസൻസ് ഒരിക്കലും തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് ഇദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാൻ
തയ്യാറായിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് കൂടാതെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നേരിട്ട് അദ്ദേഹം ഇതിനെ ഓപ്പോസ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്തുകയാണ്. എന്ത്, ഗേൾ ഈസ് ക്വൈറ്റ് പ്രിറ്റി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുകയാണ് അല്ലേ. അപ്പം റോസ്മേരി ഫിലിപ്പ് നേരത്തെ അറിയാം ഷീ ഈസ് ഇമോഷണലി വീക്കാന്നുള്ളത് ഫിലിപ്പിന് അറിയാം അല്ലേ. അപ്പം അദ്ദേഹം വളരെ പ്രാക്ടിക്കലായിട്ടാണ് ആ ഒരു ഇഷ്യൂസിനെ എന്ത് ചെയ്തിട്ടുള്ളത്, വളരെ ടാക്കിളാക്കിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പൊസസീവ് ആൻഡ് ക്ലവറാണ് അല്ലേ. സ്വന്തം വീട്ടിൽ വൈഫിനെ കൂടാതെ മറ്റൊരാളെ അല്ലെങ്കിൽ വൈഫിൻ്റെ കെയർ ഷെയർ ചെയ്യുന്നത് ഇദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അല്ലേ. വളരെ പൊസസീവാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ക്ലവറാണ്. നോക്ക് നിങ്ങൾ, നമുക്ക് കാണാം ആ ഒരു യങ് ഗേളിനെ വീട്ടിൽ നിന്നും എത്രത്തോളം വളരെ സ്ട്രാറ്റജിക്കലി വളരെ നോക്കുന്നെങ്കിൽ എത്ര ക്ലവറായിട്ടാണ് വീട്ടിൽ നിന്നും എന്ത് ചെയ്തിട്ടുള്ളത്, ഒഴിവാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പം പൊസസീവാണ്, അതുപോലെ തന്നെ ക്ലവറാണ് ഇദ്ദേഹം. മറ്റൊന്നാണ് ഡോമിനൻ്റ് ഇൻ ദി റിലേഷൻഷിപ്പ് അല്ലേ. അപ്പം ഇദ്ദേഹമാണ് ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ, മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഹി വാസ് എ ഡോമിനേറ്റിംഗ് ഫിഗർ അല്ലേ. അപ്പം അദ്ദേഹമാണ് അൾട്ടിമേറ്റ് ലാസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ആരാണ്, ഹസ്ബൻഡാണ്. അതും ഏതിലൂടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു പുവർ യങ് ഗേളിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്ന ആ ഒരു ആക്റ്റോടുകൂടി ഇൻസിഡൻറ്റോടുകൂടി നമുക്ക് മനസ്സിലാക്കാം അൾട്ടിമേറ്റ് ഡെസിഷൻ എന്ന് പറയുന്നത് ആരാണ്, ദാറ്റ് ഈസ് ഫിലിപ്പാണ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം മിസ് സ്മിത്ത്, പുവർ ഗേൾ. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു പുവർ ഗേൾ അത്രത്തോളം പ്രധാനപ്പെട്ടതല്ല, പക്ഷേ നിങ്ങൾ എസ്സേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ സ്മിത്തിനെ കുറിച്ചും നിങ്ങൾ പല സ്ഥലങ്ങളിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം സ്മിത്തിൻ്റെ ഓരോ ക്വാളിറ്റീസും 1 by 1 ആയിട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഹെൽപ്ലെസ് ആണ്, പൊളൈറ്റ് ആണ് അല്ലേ. ഷീ ഈസ് ഹെൽപ്ലെസ് ആൻഡ് പൊളൈറ്റ് ആണ്. ഷീ ഈസ് വെരി പുവർ ആൻഡ് ആസ്ക്ഡ് ഫോർ ദ പ്രൈസ് ഓഫ് എ കപ്പ് ഓഫ് ടീ അല്ലേ. ഹെൽപ്ലെസ് ആയതുകൊണ്ടാണ് ആരോട് റോസ്മേരി ഫെല്ലിനോട് ഒരു കപ്പ് ഓഫ് ടീ കാശ് ചോദിക്കുന്നത്. പക്ഷേ നോക്ക് നിങ്ങൾ, ഷീ സ്പീക്ക് ജെൻലി ആൻഡ് ബിഹേവ് റെസ്പെക്റ്റ്ഫുള്ളി. എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും തന്നെ ഇൻസിൻസിയർ ആയിട്ടുള്ള ഒരു ആക്ട് പോലും ഉണ്ടായിട്ടില്ല. ഇവർ നേരെ വീട്ടിൽ നിന്നും പോകാൻ പറയുന്ന സമയത്ത് വിത്തൗട്ട് മേക്കിംഗ് എനി നോയ്സ്, വിത്തൗട്ട് മേക്കിംഗ് എനി ട്രബിൾ, ഷീ ലെഫ്റ്റ് ഫ്രം ദെയർ അല്ലേ. അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഹെൽപ്ലെസ് ആണ്, പൊളൈറ്റ് ആണ്, സിമ്പിൾ ആൻഡ് ഹോണസ്റ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഷീ ടെൽസ് റോസ്മേരി അബൌട്ട് ഹർ ഹങ്ങർ ആൻഡ് സഫറിങ് അല്ലേ. അപ്പം വളരെ സിമ്പിളാണ്, അവരുടെ പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇഷ്യൂസ് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. മറ്റൊന്ന്, ഷീ ഡസൻറ്റ് ട്രൈ ടു ടേക്ക് അഡ്വാൻറ്റേജ് റോസ്മേരി ഏതെങ്കിലും രൂപത്തിൽ റോസ്മേരിയുടെ ഒരു കൺസേണിനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ട് ഒരിക്കലും തന്നെ നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ. മറ്റൊന്നാണ് സൈലൻറ്റ് വിക്റ്റിമാണ് അല്ലേ. നമുക്ക് കാണാൻ സാധിക്കും ഷീ ബിക്കംസ് എ പാർട്ട് ഓഫ് റോസ്മേരീസ് ഗെയിം ബട്ട് ഹാസ് നോ റിയൽ കൺട്രോൾ. ഷീ ലീവ്സ് ക്വൈറ്റ്ലി വെൻ ആസ്ക്ഡ് വിത്തൗട്ട് എനി പ്രൊട്ടസ്റ്റ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന സമയത്ത് ഈ ഫിലിപ്പ് റോസ്മേരി റിലേഷൻഷിപ്പിലെ ഒരു വിക്റ്റിമാണ് ആര്, ഈ പറയുന്ന പിന്നെ മിസ് പേര് ഞാൻ മറന്നു, മിസ് സ്മിത്ത് അല്ലേ. അപ്പം ഇവരുടെ ഇടയിൽ ശരിക്ക് ഒരു വിക്റ്റിമായിട്ട് അനുഭവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ആര് മാറുകയാണ്, ഈ മിസ് സ്മിത്ത് മാറുകയാണ്. മറ്റൊന്ന് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ചില ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മിസ് സ്മിത്തിന് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് എവിടെ വന്നതിന് ശേഷം, ഈ റോസ്മേരി ഫെല്ലിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം. നോക്ക് നിങ്ങൾ, ബട്ട് വൺസ് ഇൻസൈഡ് ദ റിച്ച് ഹൗസ് ഷീ ചേഞ്ചസ് എ ലിറ്റിൽ. After eating and resting, she becomes calmer and more relaxed. Her real beauty begins to show. Even Philip, Rosemary's husband, notices how pretty she is. This transformation from weak beggar to a pretty young woman surprises Rosemary and make her jealous. അല്ലേ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ബെറ്റർ ഫുഡ് കിട്ടുന്നു, ഷെൽട്ടർ കിട്ടുന്നു, ഡ്രസ്സ് കിട്ടുന്നു, അതുപോലെ തന്നെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള കോണ്ടാക്ട്സിലേക്കാണ് ഇവൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വീക്കർ ബെഗർ എന്ന നിലയിൽ നിന്നും എവിടേക്ക് ട്രാൻസ്ഫോം ചെയ്യാണ്, എവിടേക്കാണ് ഫ്രം എ വീക്ക് ബെഗർ ടു പ്രിറ്റി യങ് വുമൺ എന്ന രൂപത്തിലേക്ക് മാറുകയാണ്. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ഫ്രം വീക്കർ ബെഗർ ടു എ പ്രിറ്റി യങ് വുമൺ എന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ഇത് തന്നെയാണ് റോസ്മേരിയിൽ ജലസി ഉണ്ടാക്കാനുണ്ടായിട്ടുള്ള കാരണവും അത് തന്നെയായിരുന്നു.
അപ്പം ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഓഫ് കപ്പ് ഓഫ് ടീ എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന ആ ഒരു 2 ടോപ്പിക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.